ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ നല്ല അടിപൊളി കിഡിലനായിട്ടുള്ള 2 ഐറ്റംസാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എന്താ പറയുക, ഇതിനൊരൊറ്റൊരു ചട്നി മതി. രണ്ടിനും കൂടി കാര ചട്നിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചട്നിക്ക് പറ്റിയ നല്ലൊരു ഐറ്റംസാണിത്. അപ്പോൾ ഒന്ന് ബൺ ദോശയും പിന്നെ ഒന്ന് പനിയാരം. അപ്പോൾ ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് ബൺ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതാ ഒരു ബൗളിലോട്ട് 1 കപ്പ് തരി, പിന്നെ ഒരു 1/4 കപ്പ് തൈര്, പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം. ഇത് മൂന്നും കൂടി ആദ്യം നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് തരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം അങ്ങ് വലിച്ച് കുടിച്ച് കുറച്ച് കട്ടി പോലെ ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കാം. ഇതിന് കുറച്ചുകൂടി പണിയുണ്ട് ഇനി. ഇനി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ മതി. ഇനി ഓയിൽ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, ക്യൂമിൻ സീഡ് ഉണ്ടല്ലോ, ചെറിയ ജീരകം, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത്, പിന്നെ 2 പച്ചമുളക് ചോപ്പ് ചെയ്തതും, പിന്നെ ഒരു പിടി കറിവേപ്പില ചോപ്പ് ചെയ്തതും എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം ഒന്ന് വാടുമൊന്നും വേണ്ട, കുറച്ചൊന്ന് വാടിയാൽ മതി. കണ്ടോ, ഇത്ര മതി. ഉള്ളിയെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തരി ഉണ്ടല്ലോ, അതാദ്യം ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം, കണ്ടില്ലേ, ആ തരി മിക്സ് ചെയ്ത ആ ബൗളിൽ തന്നെ കുറച്ചൊന്ന് വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ വെള്ളമൊന്നും വേണ്ട, കുറച്ച് കട്ടിയായിട്ടുള്ള മാവാണിത് വേണ്ടത്. എന്നിട്ട് അത് നല്ലോണം ഇതാ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് ഈ ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ആ മിക്സിയിൽ തന്നെ ഒരു ഇത്തിരി വെള്ളമൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഒഴിക്കാം. നല്ലോണം ഒന്ന് ഇളക്കാം. ഇനി ഇതാ നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ഉള്ളിയെല്ലാം ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതിലേക്കൊരു പിടി മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക. നല്ലോണം മിക്സ് ആവണം. ഇനി ഇതാ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പെല്ലാം ഉണ്ടോയെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് എത്ര വേണോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സാക്കി ഇനി ആ മാവ് അവിടെ നമുക്കൊരു 5 മിനിറ്റ് അവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്കിതിന് ഒരു സൈഡ് ഡിഷ് വേണ്ടേ, അപ്പോൾ ഒരു കാര ചട്നി റെഡിയാക്കാം. അതിനായിട്ട് ഞാനിതാ നേരത്തെ ഉള്ളിയെല്ലാം വഴറ്റിയ സെയിം പാൻ തന്നെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 3 വറ്റൽമുളക്,
പിന്നെ ഇതിലേക്ക് ഒരു 2 വലിയ ഉള്ളി. അപ്പം നിങ്ങൾക്ക് എത്ര ചട്നി വേണോ അതിനനുസരിച്ചിട്ട് എടുക്കുക. കുറച്ച് മതിയെങ്കിൽ ഒരു ഉള്ളി മതിയാവും. ഞാനിപ്പോൾ ഒരു 2 ദിവസത്തേക്കെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരു 2 വലിയ ഉള്ളി തന്നെ എടുത്തിട്ടുള്ള. അത് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. പിന്നെ ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഉള്ളി ഒന്ന് എന്താ പറയുക കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് തക്കാളിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലോണം വഴറ്റുക. തക്കാളി ഒന്ന് കുറച്ചൊന്ന് വെന്തുടഞ്ഞോട്ടെ. തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ ഒരു പൊടിൻ്റെ പച്ചമണമെല്ലാം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നല്ലോണം വാടി എല്ലാം പച്ചമണമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കതോടെ മാറ്റി വെക്കാം. ഇത് ചൂടാറിയതിന് ശേഷം അത് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും തീരെ വേണ്ട. ഇനിയിപ്പോൾ ആ ഒരു സെയിം പാൻ തന്നെ വീണ്ടും എടുത്ത് അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ചൂടാക്കി ഇത്തിരി കാച്ചി ഒഴിക്കാനുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 1 ടീസ്പൂൺ കടുക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഈ ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളെ കാര ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അടിപൊളി കാര ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറും നല്ല ടേസ്റ്റാണ്, ഭയങ്കര ഈസിയാണ്. അപ്പോൾ എന്തിൻ്റെ കൂടെയും ഇത് എന്താ പറയുക സാമ്പാർ, ദോശ, ഇഡ്ഡലി ഇതിൻ്റെ എല്ലാം കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് ഈ ഒരു ചട്നി മതിയാവും. അപ്പോൾ ഞാനിതാ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബൺ ദോശ റെഡിയാക്കാം. അപ്പോൾ നേരത്തെ മാവ് കുറച്ച് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. അധികം ലൂസായി പോകണ്ട. ഇനി ബൺ ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കടായി ഉണ്ടല്ലോ, ഒരു ചീനച്ചട്ടി കുറച്ച് കുഴിയുള്ളത്, അത് വെച്ചിട്ട് അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വളരെ കുറച്ച് ഓയിൽ മതി. ഇതധികം ഓയിലിങ്ങനെ മുങ്ങി ഉണ്ടാക്കുന്നതൊന്നുമല്ല, മുങ്ങിപ്പൊരിയുന്നതൊന്നുമല്ല. ഒരിത്തിരി ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളിങ്ങനെ ഓരോ സ്പൂണ് മാവൊന്ന് കോരി ഒഴിക്കുക. എന്നിട്ട് എന്താ പറയുക അടിഭാഗം കുറച്ചൊന്നായി എന്ന് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് ശരിക്കും കുറച്ച് കട്ടിയിൽ മാവ് ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ നല്ല എന്താ പറയുക ഒരു ബണ്ണ് പോലെ തന്നെ, അതാണല്ലോ ബൺ ദോശ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കും വേണ്ട ചിലപ്പോൾ ഉള്ളധികം കുക്കായിട്ടില്ലെങ്കിലോ ഉള്ളു പോവാൻ സമയമെടുക്കും, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഒരു സ്പൂൺ മാവ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ 2 പ്രാവശ്യം കോരിയിട്ട് കുറച്ച് കട്ടിയുള്ളതാക്കാം. എൻ്റെത് കുറച്ച് ബണ്ണായിനോ എന്നറിയില്ല, ഇതൊരു ദോശ എന്ന് മാത്രമേ പറയൂ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നെയ്യിലൊന്നും ഒഴിക്കാണ്ട് എനിക്ക് തോന്നുന്നു പാനിൽ ദോശ പോലെയും നമ്മളെ പാൻ കേക്ക് പോലെയെല്ലാം ചുട്ടെടുക്കാൻ തോന്നുന്നു. ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, നോക്കണം. എന്നിട്ട് വീണ്ടും അത് കോരി മാറ്റിയതിന് ശേഷം അടുത്തത് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വീണ്ടും മാവ് ഒഴിക്കുക, വീണ്ടും മറിച്ചിടുക, തിരിച്ചും മറിച്ചുമെല്ലാം ഇട്ടിട്ട് ഉള്ളെല്ലാം ഒന്ന് കുക്കായി എന്ന് തോന്നിയാൽ എടുക്കുക. ഒരു മീഡിയം തീയിൽ വെച്ചാൽ മതി. അങ്ങനെ ബൺ ദോശ എല്ലാം ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും ഭയങ്കര ഈസിയാണ്. നമുക്ക് അരി സോക്ക് ചെയ്ത് വെച്ച് പിറ്റേന്ന് അരച്ച് കുഴച്ച് അങ്ങനത്തെ ഒരു പണിയില്ല. കണ്ടില്ലേ, നമ്മുടെ ബൺ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ പൊന്തിയതെല്ലാം കുറച്ചൊന്ന് അമർന്നു പോവും, ഒരു ദോശ പോലെ ഇപ്പോൾ ബണ്ണെന്ന് പറയില്ല. അപ്പം നമ്മുടെ കാര ചട്നിയും കൂടിയിട്ട് ഈ ദോശ ഒന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഒരു പനിയാരം റെഡിയാക്കിയാലോ. അതും ഇതിനേക്കാൾ ഈസിയാണ്. അപ്പോൾ നമുക്കിനി പനിയാര റെസിപ്പി കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു ബൗളിലോട്ട് കുറച്ച് ഇഡ്ഡലി മാവുണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് അരച്ചതൊന്നുമല്ല, ഞാൻ ഇഡ്ഡലി മാവ് വാങ്ങിക്കല. അപ്പോൾ അതിൽ നിന്ന് ഒരു ബൗളിലോട്ട് ഇഡ്ഡലി മാവ് എടുത്തിട്ട് ഇതിലേക്കിനി ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തതും, പിന്നെ ഒരു പകുതി ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും, അതെല്ലാം കൂടി ഈ മാവിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ, ഭയങ്കര സിമ്പിളാണ്.
അതെല്ലാം കൂടി ഈ മാവിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പണിയാരെല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി, കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. മാവിൽ നമ്മൾ വെള്ളമൊന്നും തീരെ ഒഴിക്കുന്നില്ല. ഇനി നമ്മളിതാ ഇതേപോലൊരു ഉണ്ണിയപ്പ ചട്ടി ഉണ്ടല്ലോ, അതിലേക്കാണ് ഇത് ഒഴിക്കുന്നത്. അപ്പോൾ ആ കുഴിയിലെല്ലാം കുറച്ചൊന്ന് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുക, ഒരിത്തിരി. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ മാവ് ഒഴിച്ച് കൊടുക്കുക. അധികം നിറച്ച് ഒഴിക്കേണ്ട. ഞാൻ ആദ്യം ഒഴിച്ചത് ഇത്തിരി ഒന്ന് കൂടിപ്പോയി തോന്നുന്നു. അതിൻ്റെ ഒരു 1/4 ഭാഗം മതിയാവും. ഇനി നമുക്കിത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ കണ്ടോ, എല്ലാം ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കൂടി വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം 2 സൈഡും ആയിട്ടുണ്ടോ എന്നുള്ളത്. എന്നിട്ട് ഓരോന്നായിട്ട് കോരിയെടുക്കാം. അങ്ങനെ ഇത് അടുത്തതും എല്ലാം അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്ത് ഈസിയാന്ന് നോക്കിയേ. അങ്ങനെ ഇത് നമ്മളെ പണിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല മുഞ്ചില്ലേ, നല്ല കുഞ്ഞു കുഞ്ഞു പണിയാരം. അങ്ങനെ ബൺ ദോശ പണിയാരം. നിങ്ങൾക്ക് 2 ദിവസം ഈ ഒരു ചട്നി കൊണ്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. അപ്പോൾ ഒന്ന് ചട്നിയിലെല്ലാം ഒന്ന് മുക്കി കഴിച്ചു നോക്കാം. വാവ്, എന്താ ടേസ്റ്റ് എന്നറിയാം. ശരിക്കും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, എത്ര തിന്നുന്നു തന്നെ നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.